നമ്മൾ ഇന്ന് എല്ലാവർക്കും പോയിരുന്ന് സായാഹ്നം ചെലവഴിക്കാൻ പറ്റുന്ന ഒരിടത്തേക്കൊന്നുമല്ല യാത്ര പോകുന്നത്. ഒരു നല്ല റിപ്പോർട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. അവിടേക്ക് പ്രേക്ഷകർക്ക് ആ വിഷയവുമായി താല്പര്യമുള്ളവർക്ക് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കശ്മീരിൽ ഒക്കെയും പലതരത്തിലൊക്കെയുള്ള കൃഷികൾ നമ്മുടെ നാട്ടിൽ പല നാടുകളുടെ ഭാഗമായിട്ടുള്ള കൃഷിരീതികൾ അവലംബിക്കുകയും പല കൃഷികളും നമ്മുടെ നാട്ടിലൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കശ്മീരിലാണ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി നടക്കുന്നത്. അപ്പോൾ കിലോയ്ക്ക് നല്ല ലാഭം കിട്ടുന്ന പണം കിട്ടുന്ന ഒരു കൃഷിയാണ് കുങ്കുമപ്പൂ. പക്ഷേ അതിനൊരു പ്രത്യേക കാലാവസ്ഥ വേണം. നല്ല തണുത്ത കാലാവസ്ഥയിലായിരിക്കും കുങ്കുമപ്പൂ കൃഷി ചെയ്യാൻ പറ്റുക. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ചൂട് കൂടുതലുള്ള സ്ഥലമാണ് പാലക്കാട് അല്ലേ? ആ പാലക്കാട് കൽപ്പാത്തിയിൽ ഒരിടത്ത് ഒരു വീട്ടിൽ ഈ കുങ്കുമപ്പൂ കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മളുടെ യാത്ര. നമ്മളുടെ പ്രതിനിധി പ്രജിത്താണ് നമ്മളെ ആ വീട് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നതെന്ന് കണ്ടുവരാം. കേരളത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശങ്ങളിലൊന്നാണ് പാലക്കാട്. അവിടെയാണ് കശ്മീരിലെ കൊടും തണുപ്പിൽ വിരിയുന്ന കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. ബിസിനസ്സുകാരനായ വികാസും IT പ്രൊഫഷണലായ കാവ്യ രാമനാഥനുമാണ് ഈ സംരംഭത്തിന് പിന്നിൽ. വെള്ളവും മണ്ണുമില്ലാത്ത എയ്റോപോണിക് കൃഷിരീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുങ്കുമപ്പൂവിന്റെ വിത്തുകൾ സാഫ്രൺ ബൾബ് എന്നാണ് അറിയപ്പെടുന്നത്. വെളുത്തുള്ളിയുടെ രൂപമാണ് വിത്തുകൾക്ക്. വിത്തുകൾ കൊണ്ടുവരുന്നത് മുതൽ മുളയ്ക്കാനായി ഒരുക്കി വെക്കുന്നത് വരെ അതീവ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. കശ്മീരിൽ നിന്ന് തന്നെയാണ് കുങ്കുമപ്പൂ വിത്തുകൾ വരുത്തിയത്. ഇതാണ് നമ്മൾ ഈൽഡെടുത്ത ശേഷമുള്ള സാഫ്രോൺ ഫ്ലവർ. ഇതിൻ്റെ ഈ 3 സ്റ്റിക്സ് മാത്രമേ നമ്മൾ സാഫ്രോണായിട്ട് യൂസ് ചെയ്യുള്ളൂ. ഒരു ഫ്ലവറിൽ 3 സ്റ്റിക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഏകദേശം ഇതുവരെയ്ക്കും ഇതിൻ്റെ സ്റ്റിക്സ് അകത്തോട്ടുണ്ടാവും. ഇതിൻ്റെ ഈ റെഡ് പാർട്ട് മാത്രമേ നമ്മൾ സാഫ്രോണായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഈ റെഡ് പാർട്ട് ആണ് പ്രീമിയം ഗ്രേഡ് എന്ന് പറയുന്നത്. അതാണ് കാശ്മീരിലേക്ക് സാഫ്രോണിനാണ് ഈ ഗുണം ഉണ്ടാവുക. ഈ മെറൂൺ കളറിഷ് ആയിരിക്കും. ഇത്രയും ഇതിൻ്റെ സാഫ്രോണോൾ കണ്ടൻറ്റും ഇതും കൂടുതലുള്ളത് കാശ്മീർ സാഫ്രോണിനാണ്. ഇതാണ് ഗ്രേഡ് 1 ക്വാളിറ്റി. ഇതിന് ശേഷം വരുന്ന പാർട്ടാണ് ഹാഫ് കട്ട് എന്ന് പറയുന്നത് സാഫ്രോൺ ടെർമിനോളജിയിൽ. അതാണ് ഈ യെല്ലോ കം റെഡ് പാർട്ട്. ഇതാണ് ഇതിന് ഹാഫ് കട്ട്. ഇതിന് ശേഷം വരുന്ന പാർട്ടാണ് ക്വാർട്ടർ കട്ട് എന്ന് പറയുന്നത്. ഇത് യെല്ലോ പാർട്ടും അതിന് താഴെയുള്ള വൈറ്റ് പാർട്ടും. ഇതെല്ലാം വന്നിട്ട് കോസ്മെറ്റിക് വിഭാഗങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇത് മാത്രമാണ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ പോകുന്ന സാഫ്രോൺ. ഗ്രേഡ് 1 ക്വാളിറ്റിയിൽ പോകുന്ന സാഫ്രോൺ ഇതാണ്. ഇത്തരത്തിലുള്ള മട്ടുപ്പാവിലെ കൃഷിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 30 ലക്ഷത്തോളം രൂപ ചിലവ് വന്നു. വിത്ത് മുള പൊട്ടുന്നത് മുതൽ പൂക്കൾ വിരിയുന്നത് വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവിനെ കുറിച്ച് പ്രത്യേകം പഠിച്ച് അത്തരമൊരു കാലാവസ്ഥ മുറിയിൽ ക്രമീകരിച്ചാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസുലേറ്റഡ് കോൾഡ് റൂമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു 500 സ്ക്വയർ ഫീറ്റിൽ ഇൻസുലേറ്റഡ് കോൾഡ് റൂമാണ് സെറ്റപ്പ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് പുറത്തുനിന്നുള്ള ടെമ്പറേച്ചർ ഒന്നും ഇതിനകത്ത് വരില്ല, അകത്തുനിന്നുള്ളതൊന്നും പുറത്തേക്ക് പോവില്ല. അതാണ് ഈ ഇൻസുലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സംവിധാനം വഴി ചെയ്യുമ്പോൾ നമ്മൾ കാശ്മീരിലെ കാലാവസ്ഥ ഇതിനകത്ത് എൻവറോൺമെൻറ്റ് സൃഷ്ടിക്കുകയാണ്. അതേ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇതിനകത്ത് സൃഷ്ടിച്ചിട്ട് നമ്മൾക്ക് ഈ ലൈറ്റിന് വേണ്ടിയിട്ട്, അതായത് സൂര്യപ്രകാശത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ LED ഗ്രോ ലൈറ്റിൻ്റെ സ്പെക്ട്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3 മാസം മുതലാണ് കുങ്കുമപ്പൂ പൂത്തു തുടങ്ങുക. ആദ്യത്തെ വിളവെടുപ്പ് ഇന്ന് ആരംഭിച്ചു. കിലോഗ്രാമിന് ലക്ഷങ്ങളാണ് കുങ്കുമപ്പൂവിന് വില. ക്വാളിറ്റി അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടാകും. കശ്മീരിലെ അതേ ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂക്കളാണ് വികാസും കാവ്യയും വിപണിയിലെത്തിക്കുന്നത്. കുങ്കുമപ്പൂ കൃഷി വരുമാനമാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കാനും സഹായങ്ങൾ തേടാനും പാലക്കാട്ടെ വികാസിന്റെയും കാവ്യയുടെയും വീട്ടിലേക്കെത്താം. നിറഞ്ഞ മനസ്സോടെ അറിവുകൾ പങ്കിടാൻ ഇരുവരും തയ്യാറാണ്. ന്യൂസ് 18 പാലക്കാട്. അപ്പോൾ വെറും ഒരു സവാരിക്കായിട്ടല്ല, എങ്ങനെയാണ് കശ്മീരിലെ അതേ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഒരു കുങ്കുമപ്പൂ കൃഷി നടത്താൻ പറ്റുക എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കാണ് പാലക്കാട് വരെ
പോകാൻ പറ്റുക. അവരുടെ കാവ്യയുടെ വീട്ടിൽ ചെന്നാൽ അവർ രണ്ടുപേരും വളരെ വിശദമായി തന്നെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മനസ്സുള്ളവരാണ്. അങ്ങനെ തന്നെയാണ് അവർ ന്യൂസ് 18നോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും വേണമെങ്കിൽ അതൊരു വരുമാന മാർഗമാക്കാം. നമുക്കറിയാം കിലോയ്ക്ക് നല്ല തുക കിട്ടുന്ന ഒരു വരുമാന മാർഗമാണ് സാഫ്രോൺ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലും സാധ്യമാകും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കൽപ്പാത്തിയിലെ ആ വീടിൻ്റെ മട്ടുപ്പാവിലാണ് കൃഷി നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള പ്രേക്ഷകർ കാവ്യയെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആ വീടുകളിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ റിപ്പോർട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.